ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഞാനിന്ന് നമ്മുടെ പജീറോയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടി എടുത്തിട്ട് ഇതുവരെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറച്ചൊരു ചോദിച്ചു എങ്ങനെയുണ്ട്, ഒത്തിരി നാളായില്ലേ വണ്ടി എടുത്തിട്ട് ഓടിച്ചൊക്കെ നോക്കി. ഞാൻ പൂനെ ടു ട്രിവാൻഡ്രം 1-2 പ്രാവശ്യം പോയി വണ്ടിയിൽ. അപ്പം ലോങ് പോയപ്പോൾ എങ്ങനെയുണ്ട്, വണ്ടിയിൽ എന്തൊക്കെ മാറ്റം വരുത്തി, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തു, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചു. ഞാൻ ഒത്തിരി മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ. ഞാൻ ആകെ കൂടെ ചെയ്തത് ഇപ്പോൾ വണ്ടി അറിയാലോ, 2014 മോഡൽ വണ്ടിയാണ്, സെക്കൻഡ് ഓണറാണ്. അപ്പോൾ ഇതിൽ 1,20,000 കിലോമീറ്ററിലാണ് വണ്ടി ഓടി എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാനൊരു 9,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം 1,29,000 വണ്ടി ഞാൻ ഓടിച്ച് വെച്ചിട്ട് നല്ല പെർഫോമൻസും റോഡിൽ നല്ല റോഡ് പ്രസൻസും നമുക്ക് ബോഡി റോളിങ്ങൊന്നും അത്ര ഇല്ല. ബാക്കിലത്തെ സീറ്റിൽ 7 സീറ്ററും അല്ലേ, അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ബോഡി റോളിങ് കുറച്ച് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഏറ്റവും ബാക്കിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ പറഞ്ഞത്. ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ നമ്മുടെ 1-2 ഓഫ് റോഡൊക്കെ പോയി നോക്കി, അടിപൊളി. എടുത്തതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പം ചെയ്ത മോഡിഫിക്കേഷൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഇന്റീരിയർ എല്ലാം എനിക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് കിട്ടിയത്. അതേ ഇതിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. സീറ്റിംഗ് എല്ലാം ഇതേ കളർ തന്നെയാണ്. എനിക്കിനി ഇതിൻ്റെ ഒരു മാറ്റ് ചെയ്യണം, ഫ്ലോർ മാറ്റ് ചെയ്യണം. ഫ്ലോർ മാറ്റ് പഴയതായി ഇപ്പോൾ കിടക്കുന്നത്, അതാണ് ആ ബാക്കിൽ എടുത്തിട്ടേക്കുന്നത്. അതിപ്പോൾ വാഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ അത് ഉണങ്ങിയില്ല, അതുകൊണ്ട് എടുത്ത് അവർ ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇതാ ഞാനിപ്പം ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ കാർപ്ലേ, ആൻഡ്രോയിഡ് കാർപ്ലേ ചെയ്തിട്ടുണ്ട്. ടച്ചാണ്, കുഴപ്പമില്ലാത്ത സംഭവമാണ്. എനിക്ക് റേഡിയോ എല്ലാം കംഫർട്ടബിളാണ്, മാപ്പും എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാമല്ലോ. പിന്നെ ഒന്ന് ഞാൻ ഡാഷ് ക്യാം ചെയ്തു, ഫ്രണ്ടും ബാക്കിലും ചെയ്തിട്ടുണ്ട്. ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട്, അതും അത്യാവശ്യം നല്ലതാണ്. ഞാനിപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് അത്യാവശ്യം കുറച്ച് എമൗണ്ടിൽ ഇപ്പോൾ മുടക്കിയിട്ടുണ്ട്. അന്ന് മുടക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് 1,00,000 കിലോമീറ്റർ അതിന് പുറത്തായി വണ്ടി. അപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി അറിയത്തില്ല. ഇവർ ഈ വണ്ടി നമുക്ക് അറിയാമല്ലോ, പജീറോ ഇവിടെ ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു സർവീസ് സെന്ററിലും പോയി അതിൻ്റെ ഹിസ്റ്ററി എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് മാക്സിമം പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്ക് കിട്ടും. ഇപ്പം എനിക്കറിയാം ഈ വണ്ടി ഇപ്പം ഞാൻ ഓയിൽ ഫുള്ള് ചേഞ്ച് ചെയ്തു. അപ്പം എനിക്കറിയാം ഇനി അടുത്ത് എപ്പോൾ മാറ്റണമെന്ന് എനിക്കറിയാം. കാരണം ഈ ഓയിൽ നമുക്ക് ഇതിൽ കിടക്കുന്ന ഓയിലിനെ നമുക്ക് നമ്പി മുമ്പോട്ട് പോകാൻ പറ്റൂല. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കളറൊക്കെ നല്ലതായിരിക്കും. കളർ വെച്ചാണല്ലോ നമ്മൾ ഓയിൽ നോക്കുന്നത്. ഓയിൽ നോക്കുമ്പോഴത്തേക്കും നല്ല കളർ കിടക്കും. ശരിക്കും ഇത് പഴയ ഓയിൽ എടുത്ത് ഇവർ പ്രോസസ്സ് ചെയ്യുന്നതാണ്. അങ്ങനെ ഉണ്ടാവാം. ഞാനത് ഡൽഹി പോയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഓയിൽ മാറുന്നതാണ് നല്ലത്. അജു എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്, നമ്മുടെ വണ്ടി എടുത്തുന്ന അജു, പുള്ളിയെ സജസ്റ്റ് ചെയ്തായിരുന്നു ഓയിൽ മാറും, എന്തായാലും നമുക്ക് മാറുന്നതാണ് സേഫ് സൈഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വണ്ടിയിൽ അത്യാവശ്യം സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ നിലവിൽ മാറ്റിയിരിക്കുന്ന സംഭവങ്ങളെല്ലാം. ഇതിൽ ഇത്രയും എല്ലാം കൂടെ ഒരു ഏകദേശം ഒരു 74,000 രൂപയുടെ ഫസ്റ്റ് ആയിട്ട് സംഭവങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതിൽ എയർ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ, പിന്നെ പ്രൈമറി AC ഫിൽട്ടർ, ഫ്യൂവൽ ഫിൽട്ടർ, എഞ്ചിൻ ഓയിൽ 6.5 ആണ് അത്. പിന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ്. ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിന്റിലാണ് എനിക്ക് എമൗണ്ട് കൂടിയത്, ഒരു 16,800 രൂപ. ഈ പാർട്സിന് വില ഉണ്ട് കേട്ടോ. അതൊരു മെയിൻ സംഭവമാണ്. നമ്മളൊന്ന് പജീറോക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതാണ്, മെയിൻ്റനൻസ് ഉണ്ട് വണ്ടി. അപ്പം നിങ്ങൾക്ക് ഇനി എത്ര നല്ല വണ്ടി കിട്ടിയെന്ന് പറഞ്ഞാലും ഹിസ്റ്ററി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇല്ല പജീറോ, അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി ഹിസ്റ്ററി എടുക്കാൻ പറ്റത്തില്ല. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ബാക്കിയൊക്കെ നമ്മുടെ സബ് ടു യു, ഓൺ റിസ്ക് ആണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിൽ മാറ്റിയാൻ ഇല്ല. പിന്നെ 1-2 ഹെഡ്ലൈറ്റിന്റെ ബൾബൊക്കെ ഞാൻ മാറ്റിയായിരുന്നു, കാരണം അതൊരു ഇച്ചിരി മങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറി. അങ്ങനെ പാർക്കിംഗ് ബൾബ്, പിന്നെ വീൽ ബാലൻസിങ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത്, സസ്പെൻഷൻ കമ്പോണൻസ് റീപ്ലേസ്, അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ചെയ്തു. എല്ലാം കൂടെ എനിക്കൊരു 74 രൂപ. ഇപ്പം കാരണം ഞാനിത് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഏതൊക്കെ സ്പെയർ പാർട്സ് ഞാൻ മാറിയിട്ടുണ്ട്, ഫ്രഷ് ഏതൊക്കെയാണ് കിടക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഐഡിയ എനിക്കുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് ഇതിന്റെ ഡിസ്ക് പാഡ് മാറേണ്ടി വന്നിട്ടുണ്ട്. ഡിസ്ക് പാഡ് ഫ്രണ്ടിലത്തെ പെയറിന് വന്നിട്ട് 4,800 ആണ് ഡിസ്ക് പാഡ്. അപ്പം ഡിസ്ക് പാഡ് ഫ്രണ്ടിലെ തീർന്നു പോയി. എന്നിട്ട് ഞാൻ ഓടി ലോങ്ങിൽ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവിച്ചത്. ഇപ്പോൾ കട കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഡിസ്ക് പ്ലേറ്റ് പോയി. ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഡിസ്ക് പ്ലേറ്റ് മൊത്തവും പോയി. പ്ലേറ്റിന് വിലയുണ്ട് മോനെ, അത്യാവശ്യം വിലയുണ്ട് പ്ലേറ്റിന്. 10,100 രൂപ അടുപ്പിച്ചായി ഡിസ്ക് പ്ലേറ്റ്. പിന്നെ ഇതെല്ലാം മുംബൈയിൽ നിന്നാണ് വരുന്നത്, നോയിഡ, മുംബൈ, അവിടെ നിന്നാണ് വരുന്നത്. അപ്പം വരാനുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഞാൻ ആ ഡിസ്ക് പ്ലേറ്റും മാറി. പിന്നെ ഇതിൽ മാറിയിട്ടുള്ള അടുത്ത സാധനം എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ AC കൂളിംഗ് ഭയങ്കര കുറവായിരുന്നു. ആദ്യം എടുത്ത സമയത്ത് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ നാട്ടിലൊക്കെ ലോങ് റണ്ണങ്ങ് പോയിട്ട് വന്നപ്പോഴത്തേക്കും കൂളിംഗ് കുറഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ കംപ്രസറിൽ
ഒരു 3-4 ഹോളുണ്ട്, അതുവഴി ലീക്ക് ആവുന്നുണ്ട് സംഭവം. ഒരു 3-4 ഹോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ പൊളിച്ചെടുത്ത് കംപ്രസർ കാണിച്ചു തന്നപ്പോൾ അത് ഏകദേശം അതിൻ്റെ പരുവമായി. ഞാൻ പറഞ്ഞത് മാറ്റാൻ പറയും. കാരണം ഇത് ഞാൻ മാറ്റാൻ പറയാൻ കാര്യം, നമുക്ക് വേണമെങ്കിൽ അതിൽ വെൽഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വെൽഡ് ചെയ്ത് വേണമെങ്കിൽ ഇടാം, അത് വലിയ കാശാവത്തില്ല. പക്ഷേ കംപ്രസർ മാറുമ്പോൾ നല്ല എമൗണ്ട് ഉണ്ട്, 10,000 രൂപ അടുപ്പിച്ച് കംപ്രസറിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സെക്കൻഡ് വണ്ടിയാണ്, അപ്പം 1,00,000 പുറത്ത് കിലോമീറ്ററായി. മാറാൻ പറ്റുവാണെങ്കിൽ അത്ര പഴകിയിട്ടുള്ള സ്പെയർ പാർട്സ് അങ്ങ് മാറ്റുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് റണ്ണിൽ പിന്നെയും പണിയുണ്ട്. ഈ കംപ്രസറൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റിയറിംഗ് ഫുള്ള് ഡാഷ് ഫുള്ള് ഊരി മാറ്റിയിട്ട് എൻ്റെ ബാക്കിലാണ് വരുന്നത്, ഒരു തേനീച്ച കൂട് പോലെ ഇരിക്കുന്ന സംഭവം. അത് എത്ര എടുത്ത് മാറ്റാൻ പിന്നെ നമ്മൾ പിന്നെയും മെനക്കെടണം, ലേബർ പിന്നെയും കൊടുക്കേണ്ടി വരും. 2,000-3,000 ലേബർ പിന്നെയും കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ അതുകൊണ്ട് മാറിയതാണ് ആ സമയത്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഡീകാർബണേറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എമൗണ്ട് ആയി. കാരണം ഡീസൽ വണ്ടി ആയതുകൊണ്ട് അഗെയിൻ 1,00,000 പുറത്ത് കിലോമീറ്റർ ആയതുകൊണ്ടും ഡീകാർബണേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. വണ്ടിയുടെ പെർഫോമൻസും മാറും, പിന്നെ മൈലേജും കൂടും. അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അത്രയും മാത്രമേ ഞാൻ നിലവിൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇത്രയൊക്കെയാണ് ചെയ്തത്, മാത്രമല്ല നിലവിൽ ഇത്രയും പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ 1-2 പോയിട്ടുണ്ട്. നല്ല രീതിയിൽ സംഭവങ്ങളെല്ലാം പെർഫോമൻസ് വൈസ് ഭയങ്കര ഹാപ്പിയാണ് വണ്ടി. നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ അത് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ. അപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിപ്പോയി, കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇനി ഈ വണ്ടിയുടെ അടുത്ത അപ്ഡേറ്റോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ.